നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തെങ്ങും മണ്ട കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് തെങ്ങും മണ്ട പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗൾ സവാളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം എല്ലാം ചെറിയ ഉള്ളി ഉപയോഗിച്ചാലും മതി. കൂടാതെ 2 പച്ചമുളകും പൊടിയായി അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റാം. കുറച്ചൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തെങ്ങും മണ്ട ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വേണം വേവിക്കാൻ. തെങ്ങും മണ്ട വേവുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി 200 ml ബൗളിൽ 3/4 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇത്രയേ പാടുള്ളൂ, ഒരുപാട് അരഞ്ഞു പോകരുത്. തെങ്ങും മണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തെങ്ങും മണ്ട വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് വേവുന്നതാണ്. തെങ്ങും മണ്ട ഏകദേശം 3/4 വേവാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം. തെങ്ങും മണ്ട ഇതുപോലെ കറി വെച്ച് കഴിച്ചിട്ടില്ലാത്തവർക്ക് കഴിക്കാൻ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് തോന്നുമായിരിക്കും. കൂൺ കറി വെച്ച് കഴിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി വെന്ത ശേഷം അടപ്പ് മാറ്റി ചെക്കി ഇളക്കി തുറന്ന് 2 മിനിറ്റ് വച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വളരെ ടേസ്റ്റിയായ തെങ്ങും മണ്ട തോരൻ വാങ്ങാം.